പോയി വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കായിരുന്നു കേട്ടോ. ആദർശേട്ടൻ പുറത്തേക്ക് പോയേക്കാണ് എന്തോ വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആദർശേട്ടൻ ഇതാ പൊന്നൂസിനും കൂട്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊന്നൂസിന് എന്തോ കണ്ണാട പുതിയത് വാങ്ങിച്ചതായിരുന്നു, പൊട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള വിഷമത്തിലാണ് അവൾ കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കണോ ഇനി പുതിയത് വാങ്ങിക്കണോ എന്നൊക്കെ ആദർശേൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ സംഭവം നല്ലൊരു അടിപൊളി ഗ്ലാസ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ അതെങ്ങനെയോ അവൻ ട്രിപ്പൊക്കെ പോയപ്പോൾ അത് പൊട്ടിപ്പോയി. പിന്നെ അവൻ നേരെ പോയിട്ട് നമ്മുടെ ആമീനെ തുറന്നിട്ട് എടുത്തു കേട്ടോ. കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളിപ്പോൾ ഈടായിട്ടായിരുന്നു ചാടിപ്പോരുന്നുണ്ട്. അപ്പോൾ ആദർശേട്ടൻ തൽക്കാലം ഈ റൂമിൽ ഇട്ടതായിരുന്നു. ആ റൂം അവൾ ആകെ അലമ്പാക്കിയിടും, എന്നിട്ട് അത് വീണ്ടും വൃത്തിയാക്കണം കേട്ടോ. പിന്നെ അവരിതേ വീണ്ടും എങ്ങോട്ടോ പോവാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രണ്ടുപേരും കൂടി ഇറങ്ങിട്ടോ. എനിക്കാച്ചെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു ക്ഷീണവും, കാരണം കുറേ നേരം വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ നന്നായി വർക്കൗട്ട് ചെയ്യും ഗൈസ്. അത് കാരണം എനിക്ക് ഭയങ്കര ക്ഷീണം, മേലും കൈയൊക്കെ കുഴഞ്ഞു പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് അടിയും കുറച്ച് കുറഞ്ഞ കാരണേ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് വാഷിംഗ് മെഷീനിൽ തുണികളുണ്ടായിരുന്നു, അതൊക്കെ അഴയിൽ എടുത്തിടാൻ പോവായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വിരിച്ചിട്ടു. പിന്നെ അവിടെ നിന്ന് കുറേ ഡ്രസ്സ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് അതിനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. രാത്രിത്തേക്ക് നമുക്ക് ചപ്പാത്തിയാണ്. അങ്ങനെ ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ച് സെറ്റാക്കാനുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് ഗ്യാസ് മഞ്ഞിട്ട് ഇങ്ങനെ പൊടി വാട്ടിയിട്ടാട്ടോ കുഴക്കുന്നത്. കൈ പൊള്ളിയിട്ട് അച്ചങ്ങ് മനുഷ്യന് പ്രാന്ത് വരും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആദർശേൻ്റെ വണ്ടിയുടെ ഹോണടി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആദർശേട്ടൻ വരുന്നുണ്ട്, വേഗം പോയിട്ട് ഗേറ്റ് തുറക്കാന്ന്. അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് കൈയൊക്കെ കഴുകി ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ വേറെ ഏതോ വണ്ടി റോട്ട് കൂടെ പോയതായിരുന്നു കേട്ടോ. പക്ഷെ കറക്റ്റ് ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാനിത് ഇങ്ങനെ മുറ്റത്തൊക്കെ നടന്നു, കാരണം നമ്മുടെ ചപ്പാത്തിയുടെ ചൂടൊന്നും വിടണമല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിത് ചപ്പാത്തി കുഴക്കാൻ പോയി. പിന്നെ ഞാനും ചപ്പാത്തി മാവും തമ്മിലുള്ള യുദ്ധമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ചിയാസീഡിൻ്റെ വെള്ളം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളം. അപ്പോൾ അത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ സംഭവം കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഈ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ കാരണം ഇതൊക്കെ കുറച്ച് കുടിച്ചാൽ നല്ലതാണ്. ഈ ആദർശേട്ടൻ എനിക്ക് തൊയിരം തരില്ല. അങ്ങനെ അതൊക്കെ സെറ്റാക്കി കുടിച്ചുവിടാം. പിന്നെ എൻ്റെ കൈവ നൈസായിട്ട് എന്തോ കടിച്ചു, ഉറുമ്പാണോ എന്തോന്നാവോ കേട്ടോ. പിന്നെ ഇത് ആ മൂക്കുമ്മ ഒരു വലിയൊരു കുരുവും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദർശേട്ടൻ്റെ അമ്മേനും കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു 7 മണിയോട് കൂടിയിട്ട് ഇവർ വന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ പൊതുവെ വരുമ്പോഴത്തേ കൊറിയർ റോള് മിക്കതും ഉണ്ടാവാറുണ്ട് കയ്യിൽ. അങ്ങനെ ആദർശേട്ടൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫുൾ വർക്കൗട്ടാണ്, സെറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് എനിക്കും വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് തുറന്നു നോക്കിയപ്പോൾ നമ്മളിങ്ങനെ വയറൊക്കെ കുറയാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യില്ല, ആ സംഭവമായിരുന്നു. അങ്ങനെ ചേട്ടൻ വരുമ്പോൾ ഞണ്ടും മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊതുവേക്ക് ഞണ്ട് ഞാൻ ഇതുവരെ നന്നാക്കിയിട്ടും എനിക്ക് കഴിക്കാനും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് ആ കുഞ്ഞിമീൻ ഉണ്ടല്ലോ മെത്തല് എന്ന് പറയുന്നത്, അതെടുത്ത് വേഗം നന്നാക്കി വെച്ചു കേട്ടോ. പിന്നെ കറിക്ക് വേണ്ട ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചതച്ച് എല്ലാം സെറ്റാക്കായിരുന്നു കേട്ടോ. ഇത് നന്നാക്കാനാണ് ഏറ്റവും പാട്, കുറേ ടൈം എടുക്കുക നന്നാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ കറിക്കുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ അരിഞ്ഞ് സെറ്റാക്കി കറി പുളിയൊക്കെ ഒഴിച്ച് കലക്കി വെച്ചു കേട്ടോ. പിന്നെ അമ്മ വന്നിട്ട് അവിടെ പരുന്ന സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിക്ക് എടുത്തേക്കേണ്ടതും ഒക്കെ ഇങ്ങനെ മാറ്റി വെച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ അമ്മ കഴുകി സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ചപ്പാത്തി ചൂടാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു കുറേ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ചപ്പാത്തി നല്ല സെറ്റായിട്ടാണ് കുഴച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചൂടാൻ നിന്നപ്പോൾ സംഭവം ആകെ കല്ല് പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്യാസ് തീർന്നു ഗൈസ്. അങ്ങനെ വേഗം കറണ്ട് അടുപ്പൊക്കെ എടുത്തിട്ട് മീനൊക്കെ വറുത്തു.